നോമ്പ് സമയത്ത് ഇപ്പൊ ഭയങ്കര ചൂടും ഒക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ആണ്. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ നമ്മള് നോമ്പ് കാലത്ത് കഴിക്കുന്ന ഈ ഒരു ഭക്ഷണം അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ലൈക്ക് എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് കൂടുതൽ ഉൾപ്പെടുത്തണം, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഒരു അളവ്, അതിനെ കുറിച്ച് ഡോക്ടർക്ക് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? വെള്ളത്തിന് അളവ് കൂട്ടണം. അത് രാവിലെ കഴിക്കുന്ന ഭക്ഷണം പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും വെള്ളത്തിന്റെ അളവ് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ ചൂടുള്ള സമയത്തും ഈ കിഡ്നി സ്റ്റോൺസും പല അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ട് ശേഷം ബുദ്ധിമുട്ട് വരുന്നത് ഒരു ഫ്രൂട്ട്സിൽ വെള്ളം കൂടുതൽ ഉണ്ടാവും. അങ്ങനത്തെ ഫ്രൂട്ട്സ് നമുക്ക് അധികം കഴിക്കുന്നത്, അതായത് ഓറഞ്ച് അങ്ങനെയൊക്കെ, വാട്ടർമെലൺ, ഓറഞ്ച്, മുന്തിരി, ഇങ്ങനത്തെ ഭക്ഷണത്തിന് വെള്ളത്തിന്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അങ്ങനത്തെ ഭക്ഷണം കഴിക്കുന്നത്. അതില്ലാണ്ട് നമുക്ക് ഡെയിലി ഒരു 3 ലിറ്റേഴ്സ് എന്തായാലും ഒരു വാട്ടറിന്റെ ഒരു ഇൻടേക്ക് വേണം. അപ്പോൾ പാലും നാരങ്ങ വെള്ളം, ഇളനീര് ഇതൊക്കെ കുടിക്കണം. അത് കുടിച്ചിട്ട് നമുക്ക് ഒരു വാട്ടർ ഇൻടേക്ക് ആക്ച്വലി കൂട്ടുന്നത് ഈ സമയത്ത് നമുക്ക് ബോഡി ഒരു കുറച്ച് കൂടുതൽ ആവശ്യമുള്ളതാണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിൽ എന്തൊക്കെ തരം ഫുഡാണ് കൂടുതൽ കഴിക്കേണ്ടത് ഈ ടൈമിൽ? ബെസ്റ്റ് വെച്ചാൽ പച്ചക്കറി കഴിച്ചാൽ ഈ വാട്ടറിന്റെ ഒരു നെസസിറ്റി കുറവുണ്ടാവും. ഇറച്ചിയൊക്കെ കഴിച്ചാൽ ആക്ച്വലി വാട്ടറിന്റെ ആവശ്യകത കൂടും, നെസസിറ്റി കൂടും. അപ്പോൾ നമുക്ക് പച്ചക്കറിയാണ് നല്ലത്, കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. അതെ.